വെൽക്കം ടു പ്രിദാസ് ഇൻ കിച്ചൻ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രുചികരമായിട്ടുള്ള ഉരുളക്കിഴങ്ങ് മസാല കറി. ഇത് അടിപൊളി ടേസ്റ്റാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ രുചികരമായ ചപ്പാത്തി, മൃദുവായിട്ടുള്ള ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കണമെന്നും ഈ വീഡിയോയിൽ നമുക്ക് കാണാം. ഈ വീഡിയോ ഫുള്ളും കാണൂ, നോക്കൂ എത്ര സോഫ്റ്റായിട്ട് ഇതെങ്ങനെ ഈ ചപ്പാത്തി ചെയ്യാമെന്നുള്ളതും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ആ ടിപ്സും ഈ വീഡിയോയിൽ കാണാം. നമുക്ക് ഇതിനായിട്ട് ഇത് ചെയ്യാനുള്ള ചേർവുകൾ എന്താണെന്ന് വെച്ച് നോക്കിയാൽ, ഫസ്റ്റ് 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് 4, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം. ഇതിൽ ആവശ്യമുള്ളത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ ചിക്കൻ മസാലയാണ് അത്. പിന്നെ വെളിച്ചെണ്ണ 1 സ്പൂൺ, കടലപ്പരിപ്പ്, കരിവേപ്പില, ഉണക്കമുളക്. ഇതാണ് ഇതിനാവശ്യമുള്ള ചേർവകൾ. ഫസ്റ്റ് ആദ്യം കുക്കർ എടുത്തിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് അതിൽ കഷ്ണങ്ങൾ മുറിച്ചെടുത്തിട്ടു. അതിന് ശേഷം ഉള്ളി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇടാം. ഓക്കെ, അതിനുശേഷം പച്ചമുളക് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ടാക്കേണ്ട ആവശ്യമില്ല, 2ആയിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ടാൽ മതി. ഓക്കെ, ഇനി ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് നോക്കിയിടാം. അതിനുശേഷം കുറച്ച് കരിവേപ്പില, നമുക്ക് താളിക്കാൻ ലാസ്റ്റും ആവശ്യമുണ്ട്, ഇത്തിരി കുറച്ച് ഇട്ടാൽ മതി. അതിനുശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യമുള്ള വെള്ളം. ഇതിൽ ഒരുപാട് വെള്ളം ചേർത്തേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരുപാട് തിക്ക് ഗ്രേവി കിട്ടില്ല, നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്താൽ മതി. പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ ഒരു 1/4 സ്പൂൺ ചേർത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. ഒരു 3 വിസിൽ വരുന്നവരെ കുക്കറിൽ വിടാം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചപ്പാത്തി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് 6 മണിക്കൂർ വെക്കണം, അങ്ങനെ ഒന്നുമില്ല, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെ സോഫ്റ്റായിട്ട് കിട്ടുമെന്ന് വെച്ചാൽ, നമ്മൾ മിക്സ് ആക്കുമ്പോൾ ചപ്പാത്തി മാവ് നല്ലോണം മിക്സ് ആക്കുമ്പോൾ അതിൽ 1 സ്പൂണ് എന്തെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്താം, ഒരുപാട് വേണ്ട, 1 സ്പൂൺ 1.5 സ്പൂൺ ചേർത്തിയാൽ മതി. അതിനുശേഷം ഉപ്പ്, ഗോതമ്പ് മാവ്, ഇത് വെച്ചിട്ട് നമ്മൾ ഒരു 15 മിനിറ്റ്സേ വെച്ചിട്ടുള്ളൂ. വെച്ചിട്ട് നമ്മൾ പറത്തി എടുത്തിട്ട് ഇതെങ്ങനെ ചെയ്യുമ്പോൾ നോക്കൂ എത്ര പൊന്തി വരുന്നുണ്ടെന്ന്. അതേപോലെ സോഫ്റ്റും ഒരുപാട് മൃദുവായിട്ടുള്ള ചപ്പാത്തി നമുക്ക് കിട്ടും, ടേസ്റ്റും അടിപൊളിയായിരിക്കും. ഓക്കെ, നമുക്ക് കുക്കറിൽ 3 വിസിലും വന്നു. ഓക്കെ, അപ്പോൾ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അതേപോലെ വിസിൽ വന്ന് തണുത്തതിന് ശേഷം നമുക്ക് കുക്കർ തുറക്കാം. തണുത്തു, ഇപ്പോൾ കുക്കർ ഓപ്പൺ ചെയ്തു. ഉരുളക്കിഴങ്ങ് നല്ലോണം വെന്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം അത് മാഷ് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി, കടുക് ഇട്ടു, കടലപ്പരിപ്പ്, ഉണക്കമുളക്, കരിവേപ്പില. ഇനി ഇത് നമ്മൾ ഉരുളക്കിഴങ്ങ് നമ്മൾ മിക്സാക്കി വെച്ചിട്ടില്ലേ, മാഷ് ചെയ്ത് വെച്ചിട്ടില്ലേ, ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം, ഫ്രൈ ചെയ്തത്. ഓക്കെ, അതേപോലെ ഉരുളക്കിഴങ്ങ് നമ്മുടെ ചർമ്മ ആരോഗ്യത്തിനും അതേസമയം ഡൈജഷനും ഏറ്റവും നല്ലതാണ്. എല്ലാവരും പറയും ഉരുളക്കിഴങ്ങ് കഴിക്കുമ്പോൾ ഗ്യാസാണ്, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഉരുളക്കിഴങ്ങ് ഡൈജഷന് ഏറ്റവും നല്ലതാണ്. അതേപോലെ ഇതിൽ വിറ്റമിൻ സി, കാൽഷ്യം, പിന്നെ പൊട്ടാഷ്യം, B6 ഒക്കെ ഉണ്ട്. പൊട്ടാഷ്യം ഇതിൽ കൂടുതലുണ്ട്. അതേപോലെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. എനർജി, നമുക്ക് നല്ല എനർജി കിട്ടാനും ഈ പൊട്ടാറ്റോ നമുക്ക് ഹെൽപ്പായിരിക്കും. ഓക്കെ, നമ്മളിവിടെ മസാലക്കറി, ഉരുളക്കിഴങ്ങ് മസാലക്കറി റെഡി. അതേപോലെ ചപ്പാത്തി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കാം. നമ്മൾ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്, മിക്സാക്കി ചപ്പാത്തി ചെയ്യാൻ ഒരു 5 മിനിറ്റ് മതി പറത്തി കഴിഞ്ഞാൽ. അതേപോലെ ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് എല്ലാ കഷ്ണങ്ങളും കുക്കറിലിട്ടു, അടിച്ചു. മാക്സിമം കുക്കറിൻ്റെ വിസിൽ വരാനുള്ള സമയം മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ മെത്തേഡിൽ ചെയ്ത് നോക്കൂ. ഓക്കെ, ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി എടുത്തു, ഉരുളക്കിഴങ്ങ് മസാല, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. അത് നോക്കൂ, ചപ്പാത്തി എത്ര സോഫ്റ്റാണെന്ന് നോക്കൂ, കണ്ടോ? ഓക്കെ, ഇതേപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അതേപോലെ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പറയൂ, നമുക്കത് ശരിയാക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ടേക്ക് കെയർ ആൾ. ബൈ ബൈ. ടേക്ക് കെയർ.